ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്വം നിയോഗവുമായിട്ട് നിൽക്കുന്നു. 1913 ഗുരുദേവന്റെ കൽപ്പനാനുസരണം ആരംഭിച്ച ഈ തീർത്ഥാടനം ബഹുമാനായ മന്ത്രി പി പ്രസാദ് സൂചിപ്പിച്ച പോലെ 5 പേരിൽ ആരംഭിച്ച് ഇന്ന് 93-ാം വർഷത്തിൽ നിൽക്കുന്നു. അപാലബദ്ധം ജാതിമതഭേദമെന്ന് ജനങ്ങൾ ഈ തീർത്ഥാടന യാത്രയിൽ എത്തിച്ചേരുന്നു. 93 വർഷമാണ് കഴിഞ്ഞത്. ഇത് വെറും മതപരമായ ചടങ്ങായി ഞാൻ കാണുന്നില്ല. മറിച്ച് ശ്രീനാരായണ തുടങ്ങി വെച്ച വിജ്ഞാനത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും വലിയൊരു പ്രസ്ഥാനമായി ശിവഗിരി തീർത്ഥാടനം മാറിക്കൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി തീർത്ഥാടന മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എത്തി ഈ തീർത്ഥാടന പരിപാടിയുടെ മറ്റു ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഇതിലെല്ലാം കാണുന്ന ഏറ്റവും വലിയ ചൈതന്യം ഭക്തിക്കപ്പുറം, വിശ്വാസത്തിനപ്പുറം മാനവികതയുടെയും തുല്യതയുടെയും സന്ദേശം ശിവഗിരി തീർത്ഥാടനത്തിലൂടെ നിങ്ങൾ ലോകത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാതിമതഭേദമെന്നെ ലക്ഷ്യമില്ലാനാണ് ഇവിടെ എത്തുന്നത്. ഒരു ദർശനങ്ങളുടെ കാലാതീതമായ പ്രസക്തി അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ലോകത്തോട് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ശിവഗിരി തീർത്ഥാടനം എന്നത് അർത്ഥമായ ആചാരങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നല്ലെന്ന് ഇത് തന്നെ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. സ്വാതപ്രസംഗത്തിൽ ശിവാനന്ദ സ്വാമി സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം, ശുചിത്വം, ഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നിങ്ങനെ 8 ലക്ഷ്യങ്ങളാണ് അദ്ദേഹം തീർത്ഥാടനം നിർമ്മിച്ചത്. മനുഷ്യന്റെ പ്രകൃതിയും ആത്മീയമായ പ്രകൃതിയും ഒരുപോലെ സംഭവിക്കണമെന്ന ദീർഘവീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. വിനയാന്യതനായി ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകരും ഈ 8 കാര്യങ്ങളിൽ അറിവ് സമ്പാദിക്കണമെന്നും അത് ജീവിതത്തിൽ പകർത്തണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ആധുനിക കേരളം അല്ലെങ്കിൽ വർത്തമാന കേരളം എന്ന ചർച്ചയുള്ള പല വികസന മാതൃകകളും ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മണ്ണിൽ വിഭാവനം ചെയ്തിരുന്നു എന്നത് നമ്മെ വിസ്മയിക്കുന്ന കാര്യമാണ്. നമ്മളിന്ന് കാണുന്ന ഈ കേരളം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായതല്ല. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ജാതീയമായ അടിച്ചമർത്തലുകളുടെയും ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു വലിയ പ്രയാണമായിരുന്നു കേരളത്തിന് നമ്മെ തന്നത്. ആ മാറ്റത്തിന്റെ ചാലകശക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ഗുരുവിന്റെ ആഹ്വാനമാണ് മലയാളിയെ ലോകത്തിന് മുമ്പിൽ തലയുയർത്തി പ്രാപ്തമാക്കുന്നത്. അനുഗ്രഹത്തെ വിപ്ലവകരമായ പ്രതിഷ്ഠയുടെയും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യരെന്ന സാർവ്വീയ ദർശനത്തിന്റെയും അദ്ദേഹം മനുഷ്യരുടെ വേദികളിൽ തകർത്തു. സവർണാധിപത്യത്തിനെതിരെ വിപ്ലവം നയിച്ച ചട്ടമ്പിസ്വാമികൾ അധസ്ഥിത വിദ്യാഭ്യാസത്തിനും സഞ്ചാര സ്വാതന്ത്ര്യവുമായി പിന്നിൽവേണ്ടി സമരത്തോട് ചരിത്രം സൃഷ്ടിച്ച മഹാത്മായങ്കാളി, യുക്തിഹിന്ദയുടെയും മിശ്രഭാരതത്തിന്റെ സന്ദേശം അവതരിപ്പിച്ച സഹോദരയ്യപ്പൻ, മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസവർഗത്തെ പൊരുതിയ മൗലവി, ദളിത് വിഭാഗങ്ങളുടെ ആത്മബോധത്തിനായി നിലകൊണ്ടുപോയ അപ്പച്ചൻ തുടങ്ങിയവരെല്ലാം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഗുരുവിന്റെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന കാര്യം നാം കാണേണ്ടതുണ്ട്. ഇവരെല്ലാം നടന്ന നവോത്ഥാനമായ ദീർഘവീക്ഷണമാണ് പ്രാന്താലയം എന്ന് വിശേഷിക്കപ്പെട്ട കേരളത്തെ മാതൃകാഭൂമിയാക്കാൻ വേണ്ടി നാം നടത്തിയ പരിശ്രമം പിന്നീടുകയും ചെയ്തു. അതിനുശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ
ഈ നവോത്ഥാനത്തിന്റെ ചാലകശക്തിയും ആശയങ്ങളും കേരളത്തിൽ നടപ്പാക്കാൻ പരിശ്രമിച്ചു. നിയമനിർമ്മാണത്തിലൂടെ അതിനുള്ള അങ്ങേയറ്റം ഇടപെടലുകൾ നടത്തിയത് അഭിമാനകരമായ കാര്യമാണ്. അതിനെയാണ് നാം ഇവിടെ എത്തിയത്. ഈ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി ജനാധിപത്യ ബോധമുള്ള മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന, തുല്യതയിൽ വിശ്വസിക്കുന്ന ഒരു നല്ല സമൂഹം കേരളത്തിൽ ആ ചരിത്രബോധമാണ് നമ്മെ ഇപ്പോഴും നയിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സാംസ്കാരിക മൂല്യങ്ങളും അതാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും ഈ മഹാത്മാക്കൾ നമുക്ക് വെട്ടിത്തെളിച്ചിരുന്ന വഴികളിലൂടെ നടന്നതുകൊണ്ടാണ്. വിദ്യ കൊണ്ട് പ്രവർത്തനാകാനും സംഘടനകളുടെ ശക്തരാകാനുമുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ആഹ്വാനം കൊണ്ട് മലയാളി ലോകത്തിന്റെ ഏത് മൂലം ഇത് തലയോർന്ന് നിൽക്കുന്നത് അഭിമാനകരമാണ്. എന്നാൽ ഈ നാട്ടുകാർക്കിടയിൽ കേരളീയ സമൂഹം വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. നമ്മൾ പൊതുവെ തോൽപ്പിച്ച ജാതീയതയും വർഗീയതയും പുതിയ രൂപങ്ങളിൽ മടങ്ങി വരാൻ ശ്രമിക്കുകയാണ്. വിഭാഗീയതയും വർഗീയതയും സ്വരങ്ങൾ സമൂഹത്തിൽ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. മനുഷ്യരെ തമ്മിലകറ്റുന്ന വിദ്വേഷത്തിൻ്റെതായ ചിന്താഗതികൾ വീണ്ടും പേര് പിടിക്കാൻ ഇവിടെ ശ്രമിക്കുകയാണ്. മനുഷ്യരെ തമ്മിൽ വിഭജിക്കുന്ന ചിന്താഗതികൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇന്ന് വല്ലാതെ പ്രചരിപ്പിക്കുകയാണ്. ശാസ്ത്രീയ അവബോധത്തെക്കാൾ ഉപരിയായി അന്ധവിശ്വാസങ്ങളിലൊക്കെ ചെറിയെങ്കിലും തിരിച്ചു പോകുന്നത് കാണുമ്പോൾ നാം നേടിയ പുരോഗതി എവിടെയെങ്കിലും വഴി കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ഗുരുവിന്റെ ആശയങ്ങൾ കവചമായി നമുക്ക് മുന്നിലുള്ളത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ച ഗുരു മനുഷ്യന്റെ ഉള്ളിലെ നന്മയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഭിന്നതകൾ പറഞ്ഞാലല്ല, സ്നേഹം ഒന്നിക്കാനാണ് ഗുരു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ ശാന്തമായ ലോകത്ത് സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും വഴിയാണ് ഗുരുദർശനം. കേരളത്തിന്റെ സംസ്കാരം എന്നത് വിദ്വേഷത്തിന്റെ ഇടമില്ല, മറിച്ച് ഉൾക്കൊള്ളുന്നതാണ്. ആ ഉൾക്കൊള്ളുന്നതിന്റെ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് ഗുരുവിൽ നിന്നും ശിവഗിരിയിൽ നിന്നുമാണെന്ന കാര്യം അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഈ മൂല്യങ്ങൾ കൈമാറാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ശ്രീനാരായണ ദർശനങ്ങൾ സമൂഹത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാനത്ത് ആവിഷ്കരിച്ചത്. അതിന്റെ ഭാഗമായി ശ്രീനാരായണ സർവകലാശാല ഈ കേരളത്തിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ കൊല്ലത്ത് നമ്മൾ ആരംഭിച്ച ശ്രീനാരായണ കൾച്ചറൽ സെന്റർ അതിന്റെ ഭാഗമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ശ്രീനാരായണ പഠന കേന്ദ്രം ചെമ്പിടന്തയിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. സാംസ്കാരിക വകുപ്പിന് നിരവധിയായ പഠന ആശയവിനിമയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചുഴലിയിൽ ശ്രീനാരായണ കൺവെൻഷൻ സെന്റർ പൂർത്തീകരണ ഘട്ടത്തിലാണ്. സ്വാമിജികൾ പറഞ്ഞത് ഫെബ്രുവരി മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. തിരുവനന്തപുരത്ത് ആരംഭിച്ച ശ്രീനാരായണ പാർക്ക് അതിന് മറ്റു ഉദാഹരണമാണ്. അങ്ങനെ നിരവധിയായ പഠന കേന്ദ്രങ്ങൾ, ആശയവിനിമയങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ, യൂണിവേഴ്സിറ്റി അടക്കം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തങ്കലിപികൾ എഴുതി ചേർക്കാൻ കഴിയുന്ന ഒട്ടേറെ പ്രസ്ഥാനങ്ങളാണ് ശ്രീനാരായണ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വർഷം സമുചിതമായി ആചരിക്കാൻ കഴിയും. തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും പങ്കെടുത്തുകൊണ്ട് വൈക്കം നടന്ന പരിപാടി 50,000 ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അത് ഉദ്ഘാടന സമാപനം നടന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ സംഗമ സമ്മേളനത്തിന്റെ 100-ാം വർഷം കേരളത്തിന്റെ എല്ലാ ഭാഗത്തും സന്യാസി ശ്രേഷ്ഠന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള മതനിരപേക്ഷതയുടെ മുദ്രാവാക്യം ആശയപ്പെട്ടുള്ള വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ നമ്മുടെ ഗവൺമെന്റ് കഴിയും. ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ മതനിരപേക്ഷത എന്താണ്, വിശ്വാസം എന്താണ്, ആത്മീയത എന്താണ്, ഈ നാട്ടിലെ വിശ്വാസം പഠിപ്പിക്കാൻ കഴിയുന്ന മാനവമൈത്രി സംഗമങ്ങൾ കേരളത്തിലെ 3 കേന്ദ്രങ്ങളിൽ 10,000-കണക്കിനാണ് പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ കാലിക പ്രസിദ്ധമാണ് ശ്രീനാരായണ സന്ദേശം. സമാധാനവും സ്നേഹവും ഐക്യവും യോജിപ്പും ഈ നാട്ടിലുണ്ടാകണം. വിദ്വേഷത്തിന്റെ പകയുടെയും ശക്തികൾ ഈ നാട്ടിൽ വളർന്നു വരാൻ അനുവദിക്കാൻ പാടില്ല. ഈ കേരളത്തിൽ നടക്കുന്ന മതനിരപേക്ഷത തീർച്ചയായിട്ടും ശ്രീനാരായണ ദർശനങ്ങൾ നമുക്ക് പുതിയ തലമുറ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ ദർശനങ്ങൾ